വളരെ വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ ഡുണ്ടെ എന്ന കുട്ടി കാറ്റിനെ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. മറ്റു കുട്ടികൾ കളിക്കുകയും ഓട്ടമത്സരം നടത്തുകയും ഗുസ്തി പിടിക്കുകയും ചെയ്യുമ്പോൾ ഡുണ്ടെ അടുത്തുള്ള മലയുടെ മുകളിൽ കയറി കാറ്റിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ ദിവസവും സൂര്യാസ്തമയം വരെ അവൻ അങ്ങനെ ചെയ്തിരുന്നു. ഗ്രാമവാസികൾ എല്ലാം അവനെ കളിയാക്കിയിരുന്നു. ഒരു വരണ്ട സീസണിൽ മഴ വൈകി, നദികൾ ഉണങ്ങി, വിളകൾ വാടാൻ തുടങ്ങി. ഗ്രാമവാസികൾ ആശങ്കാകുലരായി. ഒരു വൈകുന്നേരം ഡുണ്ടെ കുന്നിൻ മുകളിൽ ഇരിക്കുമ്പോൾ പതിവിലും ശക്തമായി കാറ്റ് വീശി. അത് സസ്യങ്ങളെയും മരങ്ങളെയും പിടിച്ചു കുലുക്കി. എന്നാൽ അതിനിടയിൽ കാറ്റിലൂടെ ലഭിക്കുന്ന സന്ദേശം ഡുണ്ടെ ശ്രദ്ധിച്ചു. മഴയുടെ ഗന്ധവും ഇടിയുടെ വിദൂര മുഴക്കവും അവൻ അനുഭവിക്കാൻ കഴിഞ്ഞു. ഡുണ്ടെ ഗ്രാമത്തിലേക്ക് ഓടി. പടിഞ്ഞാറ് നിന്ന് മഴ വരുന്നുണ്ട്. കാറ്റു പറയുന്നു, കൊടുങ്കാറ്റും ജലപ്രളയവും കൃഷിയിടങ്ങൾക്ക് സമീപമുള്ള പഴയ അണക്കെട്ട് തകർക്കും. അവൻ മൂപ്പന്മാരോട് വിളിച്ചു പറഞ്ഞു. ആർക്കും അത് വിശ്വസിക്കാനായില്ല. എന്നാൽ ഏറ്റവും പ്രായം കൂടിയ മൂപ്പൻ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. വളരെ കാലം മുമ്പ് ജ്ഞാനികളായ വേട്ടക്കാർ അതേ രീതിയിൽ കാറ്റിൻ്റെ സന്ദേശം സ്വീകരിച്ച് പല വിപത്ത് ഘട്ടങ്ങളിലും രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്. അതോടെ എല്ലാവരും കൂടി ആ ചെറിയ അണക്കെട്ടിൻ്റെ അരികിലേക്ക് ഓടി. കല്ലും മരവും ഉപയോഗിച്ച് അത് ബലപ്പെടുത്തി. അർദ്ധരാത്രി അതിഭയങ്കര കൊടുങ്കാറ്റും മഴയും ഉണ്ടായി. ഡാമിലേക്ക് വലിയ വെള്ളപ്പാച്ചിലുണ്ടായി. എന്നാൽ ഡാം അവർ നന്നാക്കിയതുകൊണ്ട് അവിടെ വലിയ അപകടമൊന്നും സംഭവിച്ചില്ല. അതോടെ ഡുണ്ടെയെ എല്ലാവരും ചേർന്ന് ആദരിച്ചു. ശ്രദ്ധാപൂർവമുള്ള ശ്രവണവും ക്ഷമയും പലപ്പോഴും ജ്ഞാനം പ്രാപിപ്പാൻ കാരണമാകാം. നിശബ്ദ അടയാളങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നവർക്ക് മറ്റുള്ളവർ കാണുന്നതിനു മുമ്പ് അപകടവും സാധ്യതകളും കാണുവാൻ കഴിയും. ആട്ടിടയനായിരുന്ന ദാവീദ് രാത്രികാലങ്ങളിൽ ആട്ടിൻ തൊഴുത്തിൻ്റെ വാതിൽക്കൽ കിടന്നുകൊണ്ട് പ്രകൃതിയിലൂടെ കേട്ടിട്ടുള്ള ശബ്ദങ്ങൾ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു.